2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. പല രീതിയിലുള്ള അനർത്ഥങ്ങൾ ചിലർക്ക് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടുന്നു. അതെല്ലാം മാറി അവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. പാഴ് ചെലവുകളെല്ലാം നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. അതുവഴി തന്നെ നഷ്ടങ്ങൾ ഒഴിവാക്കപ്പെടുന്നു. പിത്തം സംബന്ധിച്ച ചില, അതായത് പിത്തത്തിന് ചില വ്യത്യാസം വന്നത് മൂലമുള്ള ചില രോഗങ്ങൾ, ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ രക്തദോഷം മാറിക്കിട്ടുന്നു. രക്തത്തിൽ എന്തെങ്കിലും അണുബാധയോ ഒക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. അതുപോലെ മിനറൽസിന്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്നീ സർജറിയിലൂടെയോ അല്ലാതെയോ ഒക്കെ അത് മാറ്റം വരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ദേഹോദ്രവം ഏറ്റിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും സുഖമായി കിട്ടുന്നു. സൽക്കർമ്മങ്ങളെല്ലാം ഫലിക്കുന്നതായിട്ടാണ് കാണുന്നത്. പൂജകളും പ്രാർത്ഥനകളും മുടങ്ങരുത്. പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ചില അത്തം നക്ഷത്രക്കാർക്ക് തനിക്ക് ചേരാത്തവരുമായി ബന്ധം പുലർത്തിയതിനാല് ഉണ്ടായ കഷ്ടതകൾ അവർക്ക് മാറിക്കിട്ടുന്നു. മന്ദതയുണ്ടായിരുന്നതും മാറി പുരോഗതിയിലേക്ക് വരുന്നു. കടങ്ങൾ കുറച്ചെങ്കിലും വീട്ടുവാൻ സാധിക്കുന്നു. ജീവിതത്തിലാകെ ഒരു പുരോഗതി ലഭിക്കുന്നതായിട്ടാണ് അത്തം നക്ഷത്രക്കാർക്ക് കാണുന്നത്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിന് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ഒരു ബന്ധുവിന്റെ വിയോഗം കാണുന്നു. പ്രായം ചെന്ന ഒരു ബന്ധുവിന്റെ മരണം കാണുന്നുണ്ട്. വിദേശ ജീവിതം ചിലർക്ക് ഈ സമയം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർ വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിവാഹം നിശ്ചയമാണെങ്കിൽ ചില അപൂർവം ചില അത്തം നക്ഷത്രക്കാർക്ക് അത് പ്രത്യേക സാങ്കേതിക തടസ്സങ്ങൾ മൂലം അത് മാറ്റി വേറൊരു സമയത്തേക്ക് വയ്ക്കുവാനായിട്ടും ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇനി ഈ അത്തം നക്ഷത്രക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 6 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ഒന്നിനും ഒരു കുറവും ഇല്ലാത്ത ഒരു ബാല്യകാലമാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. മിക്ക അത്തം നക്ഷത്രക്കാർക്കും അവർക്കെല്ലാം വളരെ സന്തോഷമുള്ള ഒരു കുടുംബം, വലിയ ഒരു മാളിക, വലിയൊരു ബംഗ്ലാവ് ജീവിതമാകട്ടെ, സാധാ ഒരു കുടിലുള്ള ജീവിതമായിരുന്നാലും ശരി, അതെല്ലാം സന്തോഷകരമായ ഒരു ബാല്യകാലം അവർക്ക് ദൈവം വിരിച്ചിട്ടുള്ള ഒരു സമയമാണ്. വീടും അന്തരീക്ഷവും എല്ലാം ഒത്തുചേർന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുവിധം ഭംഗിയായിട്ട് പോകുന്ന ഒരു കാലമാണ്. അതായത് വീട്ടുകാരുടെ, അതായത് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മറ്റു ബന്ധുക്കളുടെ എല്ലാം സ്നേഹ ലാളനങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്, അത്ത നക്ഷത്രക്കാർക്കുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസവും നല്ല രീതിയിൽ ആരംഭിക്കുന്നതിനും അത് തുടർന്ന് പോകുന്നതിനൊന്നും ഒരു തടസ്സം കാണുന്നില്ല. ചില രോഗങ്ങൾ വരാം, ജ്വരം പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതേ ഉള്ളൂ. വേറെ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും കാണുന്നില്ല. കുടുംബത്തിന് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചില അലർജികൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. അവരുടെ ആഗ്രഹം എന്താണോ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി കുടുംബത്തിന് വസ്തുവകകൾ സംബന്ധിച്ചോ പണം സംബന്ധിച്ചോ എന്തെങ്കിലും കേസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് വിജയം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവർക്ക് പൊതുവെ അത്തം നക്ഷത്രക്കാർക്ക് ശാന്തമായ ഒരു സ്വഭാവമാണ് അവരുടെ കാര്യത്തിലൊക്കെ പരിഗണിക്കാവുന്നത്. പക്ഷെ എന്നാൽ ഇവർക്ക് ദേഷ്യം വരികയാണെങ്കിൽ അത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഭയങ്കരമായ ദേഷ്യം വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ സ്വന്തം തീരുമാനങ്ങൾക്ക് അവർക്കൊരു വില കൽപ്പിക്കുന്ന ഒരു ആൾക്കാരും കൂടിയാണ്. നല്ല തീരുമാനങ്ങളെ എടുക്കൂ, അതിന് അവർ വില കൽപ്പിക്കും. അതുപോലെ വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിന് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ശരീരത്തിൽ ചില മുറിവുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. അത് അതുപോലെ സഹോദരന്റെ അകൽച്ച ഉണ്ടാകാം. കുറെ കാലം സഹോദരൻ വേറെ എവിടെയെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായി മാറി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ 13 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ വിവാഹം കഴിയുന്നതോടുകൂടി ഈ അത്തം നക്ഷത്രക്കാരുടെ ആകെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കഷ്ടകാലം തുടങ്ങുന്നതെന്ന് വേണം പറയുവാനായിട്ട്. ജോലി ലഭിക്കുന്നു, ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഉണ്ടെങ്കിലും ഒരു ഇല്ലാത്തൊരവസ്ഥ അവർക്ക് വരുന്നു. കാരണം ഇത് പരിപാലിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു തുണയുടെ കുഴപ്പമാണ് അത് വരുന്നത്.
ചില അത്തം നക്ഷത്രക്കാർക്ക് ജീവിതം വളരെയധികം ദുരിതപൂർണമാകുന്നു. സന്തോഷിക്കേണ്ട സമയത്ത് ദുഃഖം തന്നെ ആയിരിക്കും അവർക്കുണ്ടായിരിക്കുക. പരാധീനതകളും പ്രാരബ്ധങ്ങളും നിമിത്തം അല്ലെങ്കിൽ പ്രാപ്തിക്കുറവ് നിമിത്തം പല രീതിയിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് വിവാഹബന്ധം എന്നേക്കുമായി പിരിയുന്നതിനും മറ്റു ചിലര് പിരിഞ്ഞതിനൊപ്പം ജീവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചിലർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാം. ചിലർക്ക് ശത്രുക്കളിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. പൊള്ളലേൽക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. 31 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് താൽക്കാലികമായ ചില പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാം എങ്കിലും അതൊരു ശാശ്വതമായ ഒരു പരിഹാരമായി കാണുന്നില്ല. ഒരു ചെറിയ ആശ്വാസം അത്രയേ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ചിലർക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുകയാൽ അവർക്ക് ഉയർന്ന ജീവിതത്തിൽ അവർക്ക് ജീവിക്കുന്നതിന്, അന്തസ്സായിട്ട് ജീവിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. മനസമാധാനമൊക്കെ ലഭിക്കുന്നതിന് സാധിക്കുന്നു. ചില രോഗങ്ങൾ വരാൻ ഈ സമയത്ത് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ചികിത്സ ലഭിച്ചാൽ തീർച്ചയായിട്ടും ഭേദമാകുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഇവർക്ക് നല്ലൊരു ഭാവിയുണ്ട്. സ്വന്തമായി സമ്മാനം അത് അവർക്ക് ലഭിക്കുന്നതിന്, അത് ആരെങ്കിലും ഇവർക്ക് സമ്മാനം ലഭിക്കത്തക്ക രീതിയിൽ സ്വന്തമായിട്ട് അവരെന്തെങ്കിലും വ്യാപാരങ്ങളോ ബിസിനസ്സോ ഒക്കെ തുടങ്ങുന്നതിന് സാധ്യതയുണ്ട്. അത് വളരെ അധികം നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവാർഡുകളും മറ്റുള്ള ഒരു അങ്ങനെയൊക്കെ ലഭിക്കുന്നതിനൊരു സാധ്യതയാണ് കാണുന്നത്. ബന്ധുക്കളുടെ മരണം ഉണ്ടാകുന്നതിനൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അതായത് അന്യ ആൾക്കാരിൽ നിന്നും ചില ധനനേട്ടങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാരിൽ നിന്നും ചില ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കാം. ചില രോഗങ്ങൾ വരാം. വാദം പോലുള്ള രോഗങ്ങൾ ഈ സമയം ആക്രമിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. 47 വയസ്സ് മുതൽ 66 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ചിലർക്ക് സ്വഭവനത്തിൽ നിന്ന് മാറി വേറൊരിടത്ത് താമസിക്കുന്നതിനുള്ള ഒരു യോഗമാണ് കാണുന്നത്. അതുപോലെ മിത്രങ്ങളും ബന്ധുക്കളും ഒക്കെ ചിലർക്ക് ശത്രുക്കളായി മാറുന്നതിന് ഒരു സാധ്യതയുണ്ട്. വയറിനും കണ്ണിനൊക്കെ ചില രോഗങ്ങൾ വരാം. പല അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടും വന്നേക്കാം. അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പിന്നീട് ഇത് കാലക്രമേണ എല്ലാം മാറിക്കിട്ടുന്നു. അശ്രദ്ധ കാണിച്ചാൽ ധനനാശം ഉണ്ടാകുന്നതാണ്. സ്വത്തും വകകളും കൈമോശം വന്നു പോകുന്നതിനും ഒരു സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ മരണമുണ്ടാകാം. എന്നിരുന്നാലും കുടുംബത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കുന്നതിന് ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ധനസമ്പാദനത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയം ശ്രദ്ധിച്ചാൽ ഈ സമയം സാമ്പത്തിക അച്ചടക്കം നല്ലതായിരിക്കും. കൃഷിക്കാർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. മോശമായ ചില സ്വപ്നങ്ങൾ കാണേണ്ടതായിട്ട് വരാം. ചിലർക്ക് കർമ്മവിഘ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 66 വയസ്സ് മുതൽ 83 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ഇതില് ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും തക്ക ചികിത്സ മൂലം അതെല്ലാം ഭേദമായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇണയുടെ വേർപാട്, ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് വാഹനം വാങ്ങുന്നതിനും ഭൂമി സ്വന്തമാക്കുന്നതിനും ചിലർക്ക് ഈ സമയം യോഗമുണ്ട്. അതുപോലെ നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ വളരെ ഉയരത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. അന്ന് ചില അത്തം നക്ഷത്രക്കാർക്ക് 1 or 2 സർജറി ഈ സമയം ചെയ്യാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. കഫം, വാതം മുതലായ രോഗങ്ങൾ വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തില് അതിന് തക്കതായിട്ടുള്ള ചികിത്സ ലഭിച്ചാൽ അത് വേഗം സുഖമാകുന്നതാണ്. പ്രായം ഒരു പ്രശ്നമല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഇവിടെയും അവർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഏത് രംഗത്തുള്ളവർക്കും ഉത്സാഹപൂർണമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അത്തം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. 83 വയസ്സ് മുതൽ 90 വയസ്സതിന് മുകളിലോട്ടുള്ള അത്തം നക്ഷത്രക്കാർക്ക് അധികം ദോഷഫലങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. അവർക്ക് സ്വഭവനത്തിൽ നിന്നും മാറി വേറൊരു ദേശത്ത് താമസിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ബന്ധുവിന്റെ വിയോഗം വരുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ധാരാളം സമ്പത്ത് ലഭിക്കുന്നു. പക്ഷേ അവ പാഴ്ചെലവ് മൂലം ചിലവായി പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പുത്രന്റെ വിരഹം കാണുന്നുണ്ട്. മോഷ്ടാക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അധികം ദോഷഫലങ്ങൾ കുറവാണ് എന്ന് പറയാം. എങ്കിലും ചില ദോഷഫലങ്ങൾ ഉണ്ട്. വാഹനങ്ങൾ ഈ പ്രായത്തിലും നിങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് അന്യദേശവാസം കാണുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയി താമസിക്കുന്നതിനും യോഗമുണ്ട്. അതുമൂലം അവർക്ക് പല രീതിയിലുള്ള ധനനേട്ടങ്ങളും ഉണ്ടാകുന്നു. ചിലർക്ക് ചില അത്യാവശ്യ സർജറികൾ ഈ സമയം അപൂർവം ചില അത്തം നക്ഷത്രക്കാർക്ക് വേണ്ടി വന്നേക്കാം.
ഈ സെപ്റ്റംബർ മാസത്തില് സൂര്യനും ബുധനും കേതുവും കൂടി ചിങ്ങരാശിയില് യോഗം ചെയ്യുന്നത് മൂലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കാനുള്ള ഒരു സാധ്യത വരുന്നത്. ഈ യോഗത്തിനെ ത്രിഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. കരിയർ ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ആദ്യമൊക്കെ തടസ്സങ്ങളും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മികച്ച വിജയം കൈവരിക്കാവുന്നതാണ്. വാദം, പിത്തം, കഫം മുതലായവയുടെ സന്തുലിതാവസ്ഥയ്ക്കുള്ള വ്യത്യാസം മൂലം ചില ശരീര ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപൂർവം ചിലർക്ക് മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ അത് കുറച്ച് ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നാഡീവ്യൂഹവുമായി ബന്ധമുള്ള ചില പ്രശ്നങ്ങൾ വരാം. ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായ ഉറക്കം വരാം. അതല്ലെന്നുണ്ടെങ്കിൽ ഓർമ്മക്കുറവ്, മറവിയൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രതാപവും ഐശ്വര്യവും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേതുവിന്റെ സ്വാധീനം വരുന്നതിനാല് ഈ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത് നമ്മുടെ ചിന്തകളെയും ഈഗോയെയൊക്കെ ഉൾവലിക്കാനായിട്ട് കാരണമാകുന്നു. സൂര്യൻ സ്വക്ഷേത്ര ബലത്തിൽ നിൽക്കുമ്പോൾ അംഗീകാരവും അധികാരവും പിന്നെ നേതൃത്വ പദവിയൊക്കെ ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. സൂര്യനും കേതുവും കൂടി ചേരുകയാൽ ലൗകിക സുഖങ്ങളിൽ നിന്ന് പിന്മാറ്റം നടത്തുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട്. ബുധനും കേതുവിനും കൂടി ചേരുമ്പോൾ ആ യോഗം വരുമ്പോൾ, ബുധകേതു യോഗം വരുമ്പോൾ വിശകലന ശേഷി വളരെയധികം കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ചില കാര്യങ്ങളിൽ ഗുണവും ചില കാര്യങ്ങളിൽ ദോഷവുമായിട്ടാണ് വരുന്നത്. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അതിനെ വിശകലനം ചെയ്ത് സൂക്ഷ്മമായി പറഞ്ഞ കീറി മുറിച്ച് പരിശോധിച്ചു കഴിയുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം, തെറ്റിദ്ധാരണ വരുന്നതിനും സാധ്യതയുണ്ട്. ഇതുമൂലം ചില ബന്ധങ്ങളില് തടസ്സങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായിട്ടുള്ള ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് തന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.